പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്ലസ് ടു കോമേഴ്സ് ബിസിനസ് സ്റ്റഡീസ് വിഷയത്തിലെ രണ്ടാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇതൊരു വലിയ ചാപ്റ്ററാണ്, മുഴുവനായിട്ടൊന്ന് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും അതിന്റെ ബേസ് കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഹെൻറി ഫയോളിന്റെ 14 മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും ചർച്ച ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ കോൺസെപ്റ്റിലേക്കും നമുക്കൊന്ന് പോയി നോക്കാം. എന്താണ് പ്രിൻസിപ്പിൾസ്? നിങ്ങൾ +1 ക്ലാസ്സിൽ ഇൻഷുറൻസിനെ കുറിച്ച് പഠിച്ച സമയത്ത് ഇൻഷുറൻസ് പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ഫിസിക്സ് വിഷയത്തിലൊക്കെ തന്നെ തത്വങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റിൽ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. മാനേജ്മെന്റ് ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഗൈഡ് ലൈനായി, അവർക്കൊരു വഴികാട്ടിയായിട്ടാണ് എപ്പോഴും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നിലകൊള്ളുന്നത്. അപ്പൊ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്താണെന്ന് നോക്കാം. അതിന്റെ കോൺസെപ്റ്റ് നോക്കൂ. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ the basic statement of fundamental truth developed through observation, analysis and experimental studies that provide guidelines for managerial decision making and action. ഒരു ബിസിനസ് മാനേജറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രവർത്തിക്കാനും അതോടൊപ്പം തന്നെ ഡിസിഷൻ മേക്കിങ്ങിനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ തന്നെ ഒരു ഗൈഡ് ലൈൻ ആയിട്ട് ആണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പ്രവർത്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് ഉണ്ടായി വന്നത് എന്നാണ് ഇതിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കുന്നത്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ദ ബേസിക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ ട്രൂത്ത്. അടിസ്ഥാന സത്യങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ട ബേസിക് സ്റ്റേറ്റ്മെന്റ്, അടിസ്ഥാന പ്രസ്താവനകളാണ്. ഇത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ഡെവലപ്ഡ് ത്രൂ ഒബ്സർവേഷൻ. അതായത് ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒബ്സർവേഷൻ ഉണ്ടാകും. അങ്ങനെ ഒബ്സർവ് ചെയ്തതിനു ശേഷം അനാലിസിസ് നടത്തണം. കൂടാതെ എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് അതിന്റെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പൊ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നു, അത് ഒബ്സർവ് ചെയ്യുന്നു, അതിന്റെ ഭാഗമായിട്ട് അനാലിസിസ് നടത്തുന്നു. അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഗൈഡ് ലൈൻസിനെയാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒന്നുകൂടി വായിച്ചു നോക്കൂ. ഇതിന്റെ കോൺസെപ്റ്റ് ആണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ദ ബേസിക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ ട്രൂത്ത് developed through observation, analysis and experimental studies that provide guidelines for managerial decision making and action. അപ്പോൾ ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. ആ തീരുമാനങ്ങൾ എടുക്കാനും അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് കിട്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻ ആണ് ശരിക്കും പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട 14 തത്വങ്ങളാണ്. നിങ്ങൾ ഹെൻറി ഫയോൾ എന്ന് കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ മാനേജ്മെന്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചു ചെയ്യുന്ന, ഈ രംഗത്ത് ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ നടത്തി ഒരു മാനേജ്മെന്റ് വിദഗ്ധനാണ് ഹെൻറി ഫയോൾ എന്ന് പറയുന്നത്. ഈ ഹെൻറി ഫയോള് 14 അടിസ്ഥാന തത്വങ്ങൾ, മാനേജ്മെന്റിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ 14 തത്വങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇദ്ദേഹത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജനറൽ മാനേജ്മെന്റിന്റെ
ഫാദർ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പം ജനറൽ മാനേജ്മെന്റിന്റെ ഫാദർ, അതുപോലെ തന്നെ ദ ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ്, ജനറൽ ആൻഡ് മോഡേൺ മാനേജ്മെന്റ്. അതായത് ഹെൻറി ഫയോൾ, പോപ്പുലർലി നോൺ ആസ് ദ ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ്, ജനറൽ, മോഡേൺ മാനേജ്മെന്റ്, was a French industrialist born in 1841. നോക്കൂ, ഹെൻറി ഫയോളിനെ അറിയപ്പെടുന്നത് എന്തിന്റെ ഫാദർ എന്നതാണ്? 3 തരം മാനേജ്മെന്റ്. ഏതാണ് 3 തരം മാനേജ്മെന്റ്? ഒന്ന് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഉയർന്ന തലമാണ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജനറൽ മാനേജ്മെന്റ്. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ്, ജനറൽ മാനേജ്മെന്റ്, മോഡേൺ മാനേജ്മെന്റ്, ഈ 3 മാനേജ്മെന്റിന്റെയും ഫാദർ എന്നാണ് അറിയപ്പെടുന്നത്. ഹെൻറി ഫയോൾ അറിയപ്പെടുന്നത്. ഇദ്ദേഹം മാനേജ്മെന്റ് വിദഗ്ധനായി മാറിയെങ്കിലും ആക്ച്വലി ഇയാൾ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നു. 1841 ഇദ്ദേഹം ജനിച്ചത്. ഇതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് നിങ്ങൾ പരീക്ഷകളൊന്നും വരില്ല, എങ്കിലും അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും. നോക്കൂ, ത്രൂ ഹിസ് ലോങ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, ഫയോൾ ഡെവലപ്ഡ് എ ജനറൽ തിയറി ഓഫ് മാനേജ്മെന്റ് ആൻഡ് പബ്ലിഷ്ഡ് എ ബുക്ക്, ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്, ഇൻ ദ ഇയർ 1916. 1916 ഇദ്ദേഹം ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കുകയുണ്ട്. ആ ബുക്കിന്റെ പേരാണ് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എന്ന ഒരു ബുക്ക് അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഈ ബുക്ക് പറയുന്നത് ഈ ഇദ്ദേഹം നടത്തിയ ഗവേഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത തത്വങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഇതിൽ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഈ ബുക്ക് സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ സ്റ്റഡിയിലേക്ക് പോകാവുന്നതാണ്. ഇദ്ദേഹത്തെ കുറിച്ച് ഇത്രയും കാര്യങ്ങളായി നമ്മൾ ഇപ്പോൾ പറയുന്നുള്ളൂ. ഒന്ന്, 1841 ഇദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ബുക്ക്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ബുക്കിന്റെ പേര് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എന്നാണ്. ഇത് 1916. 1916 ഇദ്ദേഹം ഈ ബുക്ക് പ്രസിദ്ധീകരിച്ചതെന്നും ജനിച്ചത് 1841 ഈ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഇദ്ദേഹം ബേസിക്കലി ആരായിരുന്നു? ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നു എന്ന് കൂടി ഓർമ്മിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന 14 തത്വങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്ക്. എന്താണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ? എന്താണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ? ഡിവിഷൻ ഓഫ് വർക്ക്. ഈ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ചെറിയൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. നമ്മൾ NSSന്റെ ക്യാമ്പിനായിട്ട് ഒരു 50 കുട്ടികൾ പോവുകയാണ്. ഈ 50 കുട്ടികൾ NSS ക്യാമ്പിന് പോകുന്ന സമയത്ത് NSSല് ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ നമ്മൾ 5, 6, 4 ആക്കി നമ്മൾ തിരിക്കുന്നു. ഉദാഹരണമായിട്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒരു ടീം വേണ്ടി വരും. പിന്നെ സാനിറ്റേഷൻ ഒരു ടീം വേണ്ടി വരും. പിന്നെ ഫോട്ടോഗ്രാഫി, മീഡിയ പോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ടീം വേണ്ടി വരും. ഇങ്ങനെ 4, 5, 6 ടീമുകളായിട്ട് വർക്കുകളായിട്ട് നമ്മൾ തിരിക്കുന്നു. അങ്ങനെ വർക്കുകളായിട്ട് തിരിച്ചിട്ട് ഓരോന്നിനും എക്സ്പെർട്ടായ, അതായത് കുക്കിംഗ് മേഖലയിൽ എക്സ്പെർട്ടായ 10 പേർക്ക് ഒരു ടീമായി തിരിച്ചുകൊണ്ട് അവർക്ക് കുക്കിംഗ് കൊടുക്കും. പിന്നെ ഒരു 10 പേർക്ക് സാനിറ്റേഷൻ ഡ്യൂട്ടി കൊടുക്കും. 10 പേർക്ക് ഫോട്ടോഗ്രാഫി, മീഡിയ കൊടുക്കും. ഇങ്ങനെ നമ്മൾ ഒരു 5, 6 ടീമുകളാക്കി തിരിച്ചുകൊണ്ട് അവർക്ക് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. എന്തിന്റെ ബേസിലാണ്? അവർ ഏത് വർക്കിലാണ് എക്സ്പെർട്ടായി ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് അവർ പഠിച്ചിരിക്കുന്നത്, ഏതാണ് അവർക്ക് അറിയാവുന്നത്, ആ ഒരു ജോലി അവർക്ക് കൊടുക്കുക എന്നതാണ് ഡിവിഷൻ ഓഫ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് മലയാളത്തിൽ തൊഴിൽ വിഭജനം എന്നാണ് പറയുന്നത്. ഇപ്പോൾ പല തൊഴിലുകളാണ് ഒരു കമ്പനിയിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ, അതല്ലെങ്കിൽ ഒരു NSS ക്യാമ്പിലൊക്കെ തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വർക്കുകളെല്ലാം തന്നെ ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിൽ എക്സ്പെർട്ടായ ആളുകൾക്ക് നൽകുക എന്നതാണ് ഡിവിഷൻ ഓഫ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. എന്താണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി? അധികാരവും ഉത്തരവാദിത്വവും. രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഒന്ന് അധികാരമാണ്, മറ്റേത് ഉത്തരവാദിത്തമാണ്.
അപ്പൊ എന്താണ് അധികാരം? ഒരു കമ്പനി മാനേജറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ കമ്പനി ഭരിച്ചു കൊണ്ടുപോകാനുള്ള അതിലെ തൊഴിലാളികളെയും മറ്റ് താഴെയുള്ള മാനേജ്മെന്റിനെയും, അതായത് ടോപ്പ് ലെവൽ മാനേജർ ആണെങ്കിൽ മിഡിൽ ലെവൽ മാനേജറെയും അതുപോലെ തന്നെ ലോവർ ലെവൽ മാനേജറെ അടക്കം ഭരിക്കാനുള്ള അവരെ നിയന്ത്രിക്കാനും ഒക്കെയുള്ള അധികാരങ്ങൾ ആർക്കുണ്ട്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഉണ്ട്. ആ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് അധികാരമുള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്താണ് ഉത്തരവാദിത്വം? ഈ കമ്പനി എന്ത് ഗോളാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഗോള് കൃത്യമായിട്ട് ചിട്ടയോടുകൂടി പ്രവർത്തിച്ച് സമയക്രമത്തിൽ നിശ്ചിത സമയത്തിനുള്ളിൽ നേടിയെടുക്കുക എന്ന് പറയുന്നതാണ് അയാളുടെ ഉത്തരവാദിത്വം. അപ്പൊ ഒരു കമ്പനി മാനേജറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അധികാരവും ഉത്തരവാദിത്വമുണ്ട്. ഇത് കമ്പനിയിൽ മാത്രമല്ല, നമ്മുടെ സ്കൂളിൽ പ്രിൻസിപ്പളിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെയും അധ്യാപകരൊക്കെ നിയന്ത്രിക്കാൻ അധികാരമുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂള് ഏറ്റവും നന്നായിട്ട് നടത്തിക്കൊണ്ടു പോകുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ ഏത് തരം മാനേജ്മെന്റിലായാലും നമുക്ക് ഇത് ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ഇത് ഗൈഡ് ലൈനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണ്. എന്താണ് ഡിസിപ്ലിൻ? ഇത് ഓരോന്നിനും ഓരോ എക്സ്പാൻഷൻ ഉണ്ട്. അതിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത്. എന്താ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ? ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അച്ചടക്കമാണ്. എന്താണ് അച്ചടക്കം? ഡൂസ് ആൻഡ് ഡോൺസ്. ഇപ്പൊ ഏതൊരു സ്ഥാപനത്തിലായാലും അവിടെ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം, ഇന്നതെല്ലാം ചെയ്യാൻ പാടില്ല. ആ ചെയ്യാൻ പാടുള്ളത് മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റൂ. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാനും പാടില്ല. അതാണ് ശരിക്ക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അല്ലാതെ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മളെ ശബ്ദമില്ലാതെ ക്ലാസ്സിൽ ഇരിക്കലല്ല ഡിസിപ്ലിൻ. ഒരു സ്ഥാപനത്തിലെ ഡൂസ് ആൻഡ് ഡോൺസ് ആൻഡ് ഇത് രണ്ടും അവിടെ കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിർവചിക്കപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അനുസരിച്ച് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില സ്കൂളുകളിൽ പ്രിൻസിപ്പൽ ആകുന്ന മാനേജ്മെന്റ് സിസ്റ്റം വളരെ നന്നായിട്ട് വളരെ അച്ചടക്കത്തോടു കൂടിയാണ് സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ കോളേജ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ കോളേജിൽ ഉയർന്ന റിസൾട്ട് ഉണ്ടാകും, ആ കോളേജിലെ കുട്ടികൾക്ക് നല്ല സ്വഭാവം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഒരു കമ്പനിയുടെ മാനേജ്മെന്റിന് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ, ഡിസിപ്ലിൻ എന്ന ഒരു ഗൈഡ് ലൈൻ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ ഒരു സംശയം വേണ്ട, അത് ഇഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടും ആ സ്ഥാപനം പ്രവർത്തിക്കും, കൃത്യമായി ലക്ഷ്യവും നേടാനായിട്ട് കഴിയും. ഇതാണ് ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 3 പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 4ാമത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. 4ാമത്തെ പ്രിൻസിപ്പിൾ യൂണിറ്റി ഓഫ് കമാൻഡ്. എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ്? നോക്കൂ, ഇവിടെ ഒരു ഓഫീസർ അല്ലെങ്കിൽ ഒരു മാനേജർ, ഈ മാനേജറുടെ കീഴിൽ കുറച്ച് തൊഴിലാളികളോ സൂപ്പർവൈസേഴ്സോ ആരോ ആവട്ടെ, ഇത്രയും ആൾക്കാരുണ്ട്. ഈ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മാനേജർക്ക് ഒരു നിശ്ചിത എണ്ണം തൊഴിലാളികളെ മാത്രമേ ഭരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് തൊഴിലാളികളെ വെച്ചിട്ട് ഒരു സൂപ്പർവൈസറെ വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനം മുന്നോട്ട് പോകില്ല. ഒരു 10 പേർക്ക് ഒരാൾ അല്ലെങ്കിൽ ഒരു 15 പേർക്ക് ഒരു, അങ്ങനെയായിരിക്കണം ഒരു സ്ഥാപനത്തില് മാനേജറും അതിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ സബോർഡിനേറ്റും സുപ്പീരിയറും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. ഇത് സുപ്പീരിയർ ആണ്, ഈ സുപ്പീരിയറിന്റെ കീഴിൽ ഇത്രയും സബോർഡിനേറ്റ് ഉണ്ട്. ഇതേപോലെ തന്നെ ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഒരു കേസാണ് നമുക്ക് എടുക്കാം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ സൂപ്പർവൈസർ ആണ് ഇത്. ഈ സൂപ്പർവൈസറുടെ കീഴിൽ ഇത്ര ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ വേറൊരു സൂപ്പർവൈസറുടെ കീഴിൽ ഇത്രയും ആളുകൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഒരു സുപ്പീരിയർ മാത്രമേ പാടുള്ളൂ. ഇനി ഞാൻ ചെറിയൊരു ഉദാഹരണത്തോട് വ്യക്തമാക്കാം. അപ്പൊ നമ്മളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയില് നാളെ കുറച്ച് ടേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് പ്രേമിച്ച് തേച്ചിട്ട് പോകുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്, പ്ലാസ്റ്ററിംഗ് ഉണ്ട്. ഈ പ്ലാസ്റ്ററിംഗ് ചെയ്യാനായിട്ട് ഒരു 1000 സ്ക്വയർ ഫീറ്റോ 2000 സ്ക്വയർ ഫീറ്റോ പ്ലാസ്റ്റർ ചെയ്യാനായിട്ട്. അപ്പൊ പ്ലാസ്റ്റർ ചെയ്യാനായിട്ട് നാളെ ആണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോ
ഒരു 10 പണിക്കാർക്ക് ഒരു സൂപ്പർവൈസർ ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത ആളുകൾക്ക് ഒരു സൂപ്പർവൈസർ എന്ന രീതിയാണ്. അപ്പൊ 10 പേർക്ക് ഒരു സൂപ്പർവൈസർ ഉണ്ട്. അപ്പൊ ആ സൂപ്പർവൈസർ ഈ 10 പേരോട് പറയാണ്, നാളെ രാവിലെ വന്നു കഴിഞ്ഞാൽ അതില് ഒരു 3 പേര് മുഴിയും സിമെന്റും കൊണ്ടിടണം, ഒരു 4 പേര് അത് മിക്സ് ചെയ്യണം, അപ്പൊ 4 3 7 പേരായി, 3 പേര് പ്ലാസ്റ്ററിങ് ചെയ്യണം. ഇത് ഈ 10 പേർക്ക് കൃത്യമായ നിർദ്ദേശം സൂപ്പർവൈസർ കൊടുത്തു. രാവിലെ 8 മണിക്ക് വരണം. അവർ രാവിലെ 8 മണിക്ക് വന്നു. ഇനി സൂപ്പർവൈസർ വന്നിട്ടില്ലെങ്കിലും നേരത്തെ നിർദ്ദേശിക്കപ്പെട്ട ജോലി ഇവർ കൃത്യമായിട്ട് ചെയ്യും. സമയനഷ്ടമോ ഒന്നും തന്നെ അവിടെ ഉണ്ടാകില്ല. ഇതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. എന്നാൽ ഈ 10 പേർക്ക് 2 സൂപ്പർവൈസർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 10 പേർക്ക് 2 സൂപ്പർവൈസർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഈ 10 പേരോട് ഒരു സൂപ്പർവൈസർ പറയുന്നു, നാളെ നിങ്ങൾ 8 മണിക്ക് വരണം. 10 പേരോട് പറയുന്നു. സെയിം കാറ്റഗറിയിൽ ഇരിക്കുന്ന വേറെ സൂപ്പർവൈസർ പറയുന്നു, നിങ്ങൾ നാളെ 10 മണിക്ക് വന്നാൽ മതി. അപ്പൊ ഇതൊക്കെ കൺഫ്യൂഷൻ ആവും. ഇപ്പൊ ഏത് സൂപ്പർവൈസർ പറഞ്ഞത് കേൾക്കുക? 8 മണിക്ക് വരണോ 10 മണിക്ക് വരണോ എന്നൊരു കൺഫ്യൂഷൻ അവിടെ സബോർഡിനേറ്റ്സ് ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് നാളെ എന്ന ഒരു ദിവസത്തിൽ നമുക്ക് സമയനഷ്ടം, ധനനഷ്ടം, അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ഒരു മാനേജർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അതായത് ഒരു 10 15 കുറച്ച് ആളുകളെ വെച്ചിട്ട് അയാൾക്ക് ഒരു സുപ്പീരിയർ മാത്രമേ ഉണ്ടാകാൻ, ഒരു പോസ്റ്റ് മാത്രമേ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ 2 3 പോസ്റ്റിനെ വെച്ചുകൊണ്ട് ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതാണ് 4ാമത്തെ പ്രിൻസിപ്പിൾ, അതായത് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 5ാമത്തെ പ്രിൻസിപ്പിൾ, യൂണിറ്റി ഓഫ് ഡിറക്ഷൻ. എന്താണ് ഈ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ? ഇത് രണ്ടും അടുത്തടുത്ത് വരുന്നതാണ്. രണ്ടിലും യൂണിറ്റി ഉണ്ട്, നമുക്ക് ഓർത്ത് വെക്കാൻ സൗകര്യമായിരിക്കും. യൂണിറ്റി ഓഫ് ഡിറക്ഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ ഒരു 5 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ പ്രൊഡക്ഷന് ഒരു ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസിന് ഒരു ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഒരു ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസിന് ഒരു ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സിന് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ എത്ര ഡിപ്പാർട്ട്മെന്റ് ആയി? 5 ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഈ 5 ഡിപ്പാർട്ട്മെന്റ് എന്തിന്റെ ബേസിലാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഈ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് ഓരോ കമ്പനികളും അവരുടെ സ്ട്രക്ചറിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ നോക്കൂ, പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് മാത്രമേ നടക്കുള്ളൂ? ഫിനാൻസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രം നടക്കും. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റില് മനുഷ്യവിഭവവുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട്, പോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട്, സ്റ്റാഫിംഗുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രമേ ഹ്യൂമൻ റിസോഴ്സിൽ നടക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ഒരേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആ ഒരു വിഭാഗത്തിന് ഒരു ടീം വേണമെന്നും അതിനെ ഒരു സെക്ഷൻ ആക്കി തിരിക്കണമെന്നുമാണ് ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാല് ഒരു കമ്പനിയിൽ പലവിധ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വിഭാഗത്തെയും പ്രത്യേകമായിട്ട് ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ ടീമുകളായിട്ട് തിരിച്ചുകൊണ്ട് അതിനൊരു ഡിപ്പാർട്ട്മെന്റ് എന്ന പേര് കൊടുത്തുകൊണ്ട് നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ ഭംഗിയായിട്ട് ഇത് നടത്തിക്കൊണ്ടുപോകാനായിട്ട് പറ്റും. അതാണ് യൂണിറ്റി ഓഫ് ഡിറക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തെന്താണ് നോക്കാം. 6ാമത്തെ പ്രിൻസിപ്പിളിലേക്ക് നമുക്ക് കിടക്കാം. നോക്കൂ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ ആയിരക്കണക്കിന്, വലിയ സ്ഥാപനമാണെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനൊക്കെ തന്നെ തൊഴിലാളികളുണ്ടാവും. ചെറിയ സ്ഥാപനമാണെങ്കിൽ 5 10 20 100 ഒക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ തന്നെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. എന്താ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്? ഒരു കമ്പനിയിൽ വരുന്ന ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബേസിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അയാളുടെയും കുടുംബത്തിന്റെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതായിരിക്കും. ഈ സ്ഥാപനം നല്ല ഉയർച്ചയിലേക്ക് എത്തണം എന്നുള്ള ചിന്തയൊന്നും അവർക്ക് ഉണ്ടാവാനില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനെ സബോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ജനറൽ ഇൻട്രസ്റ്റിലേക്ക് പോകണം. എന്ന് പറഞ്ഞാൽ വ്യക്തി താല്പര്യങ്ങൾ മാറ്റിവെച്ച് പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ട് ആളുകൾ പ്രവർത്തിക്കണം. ഇപ്പോൾ ചില സ്കൂളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ സ്കൂളുകളിലൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അടുപ്പവും കൂടുതൽ ഗൈഡൻസ് ഒക്കെ വേണ്ട ഒരു സമയമാണ് പരീക്ഷയൊക്കെ വരുന്ന സമയം.
പക്ഷെ ഈ പരീക്ഷ വരുന്ന സമയത്ത് ചില അധ്യാപകന്മാരൊക്കെ തന്നെ മക്കൾ പഠിക്കുന്നുണ്ടെങ്കിൽ മക്കൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതുമ്പോൾ അല്ലെങ്കിൽ +2 പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ലീവ് എടുക്കും. അവർ ലീവ് എടുക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ വ്യക്തി താല്പര്യത്തിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അവർ ആർക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? സ്ഥാപനത്തിന്റെ ഇൻട്രസ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ ഒരു ബിസിനസ്സിൽ ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന ഏതൊരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാള് കൂടുതൽ താല്പര്യം കൊടുക്കേണ്ടത് ആ സ്ഥാപനത്തിന്റെ താല്പര്യത്തിലാണ്. അതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 6ാമത്തെ തത്വം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി 7ാമത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്, തൊഴിലാളികൾക്ക് റെമ്യൂണറേഷൻ കൊടുക്കും. എന്താ റെമ്യൂണറേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വേതനം കൊടുക്കണം. അവരുടെ തൊഴിലിനനുസരിച്ച്, അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് കൃത്യമായ ശമ്പളം അല്ലെങ്കിൽ ദിവസക്കൂലി അവർക്ക് നൽകിയിരിക്കണം. അത് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റി ഉണ്ടാവുകയാണ്. ജസ്റ്റ് ആൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഈ ന്യായമായ ശമ്പളമാണ് കൊടുക്കേണ്ടത്. അവരുടെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ അവരുടെ വർക്കിന്റെ ടൈം ഇതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ് അടക്കം കണക്കാക്കിക്കൊണ്ട് കൃത്യമായ വേതനം അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അല്ലാതെ എംപ്ലോയീസിന് റെമ്യൂണറേഷൻ കൊടുക്കാതെ ഇപ്പൊ ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറുകയാണ്. എന്താണ്? ഇപ്പൊ പല സ്കൂളുകളും, അൺഎയ്ഡഡ് സ്കൂളുകളിൽ പലരും അധ്യാപകർക്ക് ശമ്പളം പൂർണ്ണമായിട്ടും കൊടുക്കുന്നില്ല എന്നൊക്കെ പരാതി വരികയാണ്. ചില കോളേജുകളിൽ, അൺഎയ്ഡഡ് മേഖലയിലെ കോളേജുകളിൽ കൊടുക്കുന്നില്ല, കൃത്യമായ ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ള പരാതികൾ വരികയാണ്. അപ്പൊ ഇതൊന്നും ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ശരിയല്ലാത്ത പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് റെമ്യൂണറേഷൻ കൃത്യമായിട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. എന്താണ് ഈ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ? ഇവിടെ നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കാം. ഇത് സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലെ മെയിൻ മാനേജറാണെന്ന് സങ്കല്പിക്കുക. ഇത് മാനേജറാണ്, ഇത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള തൊഴിലാളികളാണ്. അധികാരങ്ങൾ മുഴുവൻ ഇവിടെ കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഈ അധികാരം കേന്ദ്രീകരിച്ച് വെച്ചിട്ട് ഇദ്ദേഹം പറയുന്നതനുസരിച്ച് മാത്രമായിരിക്കും ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ ചിത്രം നോക്കൂ, ഇത് ഒരു സെന്റർ ആണ്, അധികാരത്തിന്റെ ഒരു ബിന്ദുവാണ്, ഒരു കേന്ദ്ര ബിന്ദുവാണ്. ഈ കേന്ദ്ര ബിന്ദുവിൽ നിന്ന് ഇങ്ങോട്ട് അധികാരങ്ങൾ കൈമാറുന്നു. കുറച്ച് അധികാരങ്ങൾ ഇവിടെ കൈമാറുന്നു, കുറച്ച് അധികാരങ്ങൾ ഇവിടെ കൈമാറുന്നു. ഈ കൈമാറിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുന്നു. പക്ഷെ ഇവിടെ അതില്ല. ഇവിടെ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഡീസെൻട്രലൈസേഷൻ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കേരളത്തിൽ പ്രത്യേകിച്ചും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് വികേന്ദ്രീകരണ രീതിയിലുള്ള ഭരണം. ഇപ്പൊ കേന്ദ്രത്തിന്റെ അധികാരങ്ങൾ ജില്ലാ പഞ്ചായത്തിനും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്തിനും ഒക്കെ തന്നെ കൈമാറിയതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ വീട്ടില്, ഇപ്പൊ ഒരു പാവപ്പെട്ട ഒരാളുടെ വീട്ടില് ഒരു കിണറില്ല, കുടിവെള്ളത്തിന് സംവിധാനമില്ല. അപ്പൊ ആ കുടിവെള്ളത്തിന് സംവിധാനം ഇല്ലെങ്കിൽ ആ കുടിവെള്ളത്തിനുള്ള ഒരു കിണർ ലഭിക്കണമെന്ന് നിങ്ങൾ കേന്ദ്രത്തിൽ അപേക്ഷ കൊടുക്കേണ്ട കാര്യമില്ല. പഞ്ചായത്തിൽ തന്നെ സമിതികളുണ്ടാവും. പഞ്ചായത്ത് വാർഡ് തല സമിതികൾ കൂടുന്ന സമയത്ത് ആ ഒരു ഗ്രാമസഭയിൽ നമ്മൾ പങ്കെടുക്കുകയും അങ്ങനെ ഗ്രാമസഭയിൽ നമ്മൾ ആവശ്യം ഉന്നയിക്കുകയും അങ്ങനെ ഉന്നയിച്ച ആ ഒരു ഡിമാൻഡ് ആ ഒരു പഞ്ചായത്ത് ഭരണസമിതിയിൽ ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കിണർ ലഭിക്കും. പക്ഷെ അതൊരു ഈ സിസ്റ്റത്തിലാണ്. എന്നാൽ ഈ സിസ്റ്റത്തിലാണെങ്കിലോ നമുക്കൊരു കിണർ വേണമെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുന്നു, അത് ജില്ലയിലേക്ക് പോകുന്നു, ജില്ലയിലേക്ക് നിന്ന് സ്റ്റേറ്റിലേക്കും കേന്ദ്രത്തിലേക്കും പോയതിനു ശേഷം അത് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഈ കുടിവെള്ളം ആവശ്യപ്പെട്ട ആൾ മരിച്ചിരിക്കുന്നത്. അത്രയും വൈകിട്ടായിരിക്കും അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അതാണ് സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷൻ. ഇപ്പൊ നമ്മുടെ ഭരണം എന്ന് പറയുന്നത് രണ്ടും ഉണ്ട്, സെൻട്രലൈസേഷൻ ഉണ്ട്, ഡീസെൻട്രലൈസേഷൻ ഉണ്ട്. ചില അധികാരങ്ങൾ കേന്ദ്രം മാത്രം പിടിച്ചു വെച്ചിട്ടുണ്ട്, ചില അധികാരങ്ങൾ സ്റ്റേറ്റിനും അങ്ങനെ വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വിഭജിച്ചു കൊടുക്കുന്നതാണ് ഡീസെൻട്രലൈസേഷൻ. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും വേണം. ഇത് മാത്രം പോരാ, ഇത് മാത്രവും പോരാ. ഒരു കമ്പനിയിലെ ഈ രണ്ട് സിസ്റ്റവും വേണം. ചില അധികാരങ്ങളൊക്കെ
ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ തന്നെ നിലനിർത്തണം. അത് അവരുടെ നയപരമായ തീരുമാനങ്ങളൊക്കെ ആയിരിക്കും, അതൊക്കെ അവരുടെ കയ്യിൽ തന്നെ നിലനിർത്തണം. എന്നാൽ ചില കാര്യങ്ങൾ ഇങ്ങനെ ഡീസെൻട്രലൈസേഷൻ നടത്തണം. ഉദാഹരണമായിട്ട് ഇത് എവിടെയാണെന്ന് കരുതിക്കോളൂ, ഇത് ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാനേജർ ആണിത്. ഈ മാനേജർക്ക് ഇദ്ദേഹം അധികാരങ്ങൾ കൈമാറിയിട്ടുണ്ട് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇദ്ദേഹം പർച്ചേസ് മാനേജർ ആണെങ്കിൽ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട അധികാരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇത് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആണെങ്കിൽ ഈ മനുഷ്യ വിഭവവുമായി ബന്ധപ്പെട്ട ചില അധികാരങ്ങൾ ഇദ്ദേഹത്തിന് കൈമാറിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ളതിനാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തില് സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും ഉണ്ടാകണമെന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് സ്കാനർ ചെയ്യണം. സ്കാനർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്കാനർ ചെയ്യും. അപ്പൊ സ്കാനർ ചെയ്യുന്നത് പറയുമ്പോൾ നോക്കൂ, ഒരു ബിസിനസ് സ്ഥാപനത്തില് കമാൻഡ്സ്, നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പോകുന്നത് ഇങ്ങനെയോ 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 എന്ന് പറഞ്ഞാൽ ഇത് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ഇത് MD ആണ്, ഇത് പർച്ചേസ് മാനേജർ ആണ്, ഇത് അസിസ്റ്റന്റ് മാനേജർ ആണ്, ഇത് സൂപ്പർവൈസർ ആണ്, അങ്ങനെ നമ്മൾ കണക്കാക്കണം. അപ്പോൾ MDയിൽ നിന്ന് പർച്ചേസ് മാനേജറിലേക്ക് പോയി, അവിടുന്ന് അസിസ്റ്റന്റ് മാനേജറിലേക്ക് പോയി, അവിടുന്ന് സൂപ്പർവൈസറിലേക്ക് പോയിട്ട് അവിടുന്ന് വീണ്ടും അസിസ്റ്റന്റ് സൂപ്പർവൈസറിലേക്ക് പോയി അവസാനം തൊഴിലാളിയിലേക്ക് എത്തും. ഇങ്ങനെ ഇത് പോകും, ഇതേപോലെ ഇത് പോകും. ഇതാണ് സ്കാനർ ചെയ്യുന്നത് പറയുന്നത്. ഇതാണ് പൊതുവെ ഒരു ബിസിനസ് സ്ഥാപനത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം പറയുന്നു ഈ സ്കാനർ ചെയ്യുന്നുണ്ടാകുന്ന സമയത്ത് സമയം ഒരുപാട് എടുക്കും. ഉദാഹരണമായിട്ട് ഇദ്ദേഹം ഒരു കമാൻഡ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ കൈമാറി. ഈ കമ്മ്യൂണിക്കേഷൻ കൈമാറിയ അന്ന് ഇദ്ദേഹം ലീവാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം വരുള്ളൂ. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ ഇവിടെ എത്തുള്ളൂ. അങ്ങനെ ഇവിടെ എത്തിയ സമയത്ത് ഇദ്ദേഹത്തിന്റെ ട്യൂൺ അല്ലെങ്കിൽ ഇത് കമ്മ്യൂണിക്കേഷന്റെ മീഡിയ എന്ന് പറയുന്ന സംവിധാനം വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അത് ശരിയാക്കി എടുക്കുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ലീവ് എടുത്ത ട്യൂണ് വരുന്നത് വരേക്ക് 2 ദിവസം 3 ദിവസം പിടിക്കും. അങ്ങനെ വൈകി ആണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുക, ഇവിടെയും അങ്ങനെ തന്നെ. അപ്പൊ ഇങ്ങനെ വൈകി കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ബിസിനസ്സില് കാര്യങ്ങൾ തകൃതിയായിട്ടും ടൈം ബൗണ്ട് ആയിട്ടും നടക്കാതെ വരും. അങ്ങനെ നടക്കാതെ വരുന്ന അവസരത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പണിയാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇദ്ദേഹം പറയുന്നു അങ്ങനെയുള്ള ഒരു അവസ്ഥ കുറയ്ക്കാൻ, ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനമാണ് ഗാങ് പ്ലാങ്ക്. ശ്രദ്ധിച്ചോളൂ, ഈ വാക്ക് ഗാങ് പ്ലാങ്ക് എന്നാണ്. ഇതാണ് ഗാങ് പ്ലാങ്ക് എന്നാണ് ഇത് വായിക്കുന്നത്. GNA ഗാങ് ആണ് ശരിക്ക് ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. ഈ ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരേ ഡിപ്പാർട്ട്മെന്റ്, 2 ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരേ ഉദ്യോഗസ്ഥമാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഇത് സൂപ്പർവൈസർ ആണ്. അപ്പൊ ഈ സൂപ്പർവൈസറും ഈ ഡിപ്പാർട്ട്മെന്റിലെ സൂപ്പർവൈസറും ഇവർ 2 പേരും തമ്മിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ വളരെ എളുപ്പത്തിൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുന്ന അത്രയും സമയം എടുക്കാതെ തന്നെ ഗാങ് പ്ലാങ്ക് സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കമ്മ്യൂണിക്കേഷൻ കൈമാറാനായിട്ട് കഴിയും. അതുപോലെ തന്നെ അസിസ്റ്റന്റ്, ഇത് പ്രൊഡക്ഷൻ മാനേജർ ആണെന്ന് കരുതും, ഇത് പർച്ചേസ് മാനേജർ ആണ്. ഇപ്പൊ പ്രൊഡക്ഷൻ മാനേജറും പർച്ചേസ് മാനേജറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി അസിസ്റ്റന്റ് മാനേജറുമായിട്ട് 2 ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് മാനേജറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും സെയിം കാറ്റഗറിയിലുള്ള സെയിം സ്റ്റാറ്റസിലുള്ള ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നു. സംഗതി ഇവിടെ നമ്മൾ പറഞ്ഞത് സ്കാനർ ചെയിൻ തന്നെയാണ് രീതി, പക്ഷെ സ്കാനർ ചെയിനിൽ കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. അടുത്തത് ഓർഡർ പ്രിൻസിപ്പിൾ. ഓർഡർ എന്താണ് ഓർഡർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? ഓർഡർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട് എന്നതാണ് നമ്മൾ ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് എല്ലാത്തിനും ഒരു സ്ഥാനം? നിങ്ങളുടെ വീട്ടിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിലേക്ക് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വസ്തു സാധനങ്ങളായിരിക്കും അടുക്കളയിൽ. ചായ നോമ്പ് നല്ലാത്ത സാധാരണ കാലം
വസ്തുക്കൾ ഏതൊക്കെയാണ്? ചായക്ക് ചായപ്പൊടി വേണം, പഞ്ചസാര വേണം, പാൽ അല്ലെങ്കിൽ പാൽപ്പൊടി വേണം. ഈ 3 സാധനങ്ങളും അടുപ്പിന്റെ ഏറ്റവും അടുത്തായിട്ട് വെച്ചതായിട്ട് കാണാം. എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി ആ സാധനം ആൾക്കാരുണ്ട്. പക്ഷെ അരിയൊക്കെ ഒരു ദിവസം ഒരു പ്രാവശ്യം എടുക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് അതവിടെ വെക്കുക. അതിലിപ്പോ സ്റ്റോർ റൂമിലോ അല്ലെങ്കിൽ റാക്കിന് ഉള്ളിലുള്ള ഒരു ഡോറൊക്കെ സംവിധാനത്തിലേക്ക് വെക്കുന്നത്. അപ്പൊ ഈ ഓർഡർ എന്ന് പറഞ്ഞാൽ എവരിതിങ് ഹാസ് ഇറ്റ്സ് ഓൺ പ്ലേസ്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. ഇത് നോക്കി, ഒരു ചിട്ടയോട് കൂടി അടുക്കി വെച്ചിരിക്കുന്നത്. ചില കടകളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് എല്ലാ സാധനവും ഇതേ രീതിയിൽ ഓർഡർ ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇതൊക്കെ ആകെ വാരി വലിച്ചിട്ടിരിക്കുന്നതായിട്ടുള്ളതാണ്. അപ്പൊ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ സാധനങ്ങൾ സൂക്ഷിക്കേണ്ടത് ഈ ഓർഡർ പ്രകാരമായിരിക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അതിന്റെ സ്ഥാനത്ത് മാത്രമേ ഓരോ സംഗതികളും വെക്കാനായിട്ട് പറ്റൂ. ചില വീട്ടിലൊക്കെ നമ്മൾ ചെന്നാൽ അങ്ങനെയാണ്. ചില വീട്ടിൽ നല്ല ഓർഡർ ആയിരിക്കും, എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ചില വീട്ടിൽ ചെന്നാലോ കാര്യം ചെല്ലുന്നത് തന്നെ മുറ്റത്തിടാൻ പാടില്ലാത്ത ചില ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ടതൊക്കെ ചിലപ്പോൾ കാണാം. അതൊക്കെ പാടില്ല എന്നല്ല, അത് വൃത്തികേട് ഫീൽ ചെയ്യും. സ്ഥാനത്ത് മുറ്റത്ത് വെക്കേണ്ട സാധനങ്ങൾ ചെടിയും കാര്യങ്ങളൊക്കെ വെക്കുന്നു. കയറി ചെന്ന് കഴിഞ്ഞാൽ കസേരകളൊക്കെ തന്നെ വളരെ നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ അകത്ത് അടുത്തൊരു സിറ്റിംഗ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സോഫയും കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഒന്നും അലങ്കോലമായി കിടക്കാതെ എല്ലാം ഓർഡർ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓർഡർ എന്ന പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ട മറ്റൊരു ഗൈഡ് ലൈൻ ആണ് ഓർഡർ എന്ന ഒരു പ്രിൻസിപ്പിൾ. ഓർഡർ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളാം, എവരിതിങ് ഹാസ് ഇറ്റ്സ് ഓൺ പ്ലേസ്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് തന്നെ അത് വെക്കേണ്ടതായിട്ട് ഉണ്ട്. അതാണ് ഓർഡർ എന്ന പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇക്വിറ്റിയാണ്. എന്താ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ? ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ തുല്യത. എന്താണ് തുല്യത? ഒരു ബിസിനസ് സ്ഥാപനത്തിലെ എല്ലാ ആളുകളെയും ഒരു പ്രത്യേക ഡിസ്ക്രിമിനേഷനോട് കൂടിയിട്ട് ഒരാളെ കാണാൻ പാടില്ല. എല്ലാവരും ഒരുപോലെ കാണും. ഒരു 10 തൊഴിലാളികൾ ഒരു സൂപ്പർവൈസറുടെ കീഴിൽ ജോലി ചെയ്യും. ഈ 10 തൊഴിലാളികൾ ആണായാലും പെണ്ണായാലും അവർക്ക് ശമ്പളം കൊടുക്കുന്നത് കൃത്യമായിരിക്കും. അവർക്ക് ശമ്പളത്തിനനുസരിച്ച് മാത്രമേ അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു പ്രശ്നമാണ്. നാട്ടിൽ ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത്, ഈ തൊഴിലിന് വരുന്ന സ്ത്രീകൾക്ക് ഭരണം കുറച്ച് കൂലിയും, ആണുങ്ങൾക്ക് വലിയ കൂലിയും, പെണ്ണുങ്ങൾക്ക് കുറഞ്ഞ കൂലിയും കൊടുക്കുന്നതായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് ശരിയല്ല. അത് ഈ ഒരു പ്രിൻസിപ്പിളിന് എതിരാണ്. ആണായാലും പെണ്ണായാലും ജോലി ചെയ്യുന്ന ടൈമിനനുസരിച്ച് അവർക്ക് കൃത്യമായ സാലറി കൊടുക്കും. ഇപ്പൊ ഗവൺമെന്റ് സിസ്റ്റത്തിലൊന്നും ഈ ഇക്വിറ്റി കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ സ്കൂളിൽ കൊമേഴ്സ് അധ്യാപകനായ എനിക്കും അതുപോലെ തന്നെ മാത്സ് അധ്യാപികയായ ശ്രീലത ടീച്ചർക്കും സാലറി സെയിം ആയിരിക്കും. സർവീസിന്റെയും അല്ലെങ്കിൽ സർവീസ് കാലഘട്ടത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാകുന്നില്ലാതെ ബേസിക് പേ 2 പേർക്കും 2 പേരും ഒരേ ജോലിയിൽ കയറുമ്പോൾ, HSST മാത്സിലേക്ക് കയറുമ്പോഴും HSST കൊമേഴ്സിലേക്ക് കയറുമ്പോഴും ബേസിക് പേ എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അതാണ് ഇക്വിറ്റിയാണ്. അതുപോലെ തന്നെ തൊഴിലാളികൾ, ഒരു മാനേജർക്ക് വേണ്ടപ്പെട്ട ഒരാള് 11 മണിക്ക് വന്നു, അയാളൊന്നും പറഞ്ഞില്ല. 10 മണിക്ക് എത്തേണ്ട ആള് 11 മണിക്ക് വന്നു, അയാളൊന്നും പണിഷ്മെന്റ് ഒന്നും കൊടുത്തില്ല. എന്നാൽ അയാൾക്ക് അത്ര ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അയാളുടെ കുടുംബക്കാരനല്ലാത്ത ഫ്രണ്ട് അല്ലാത്ത ഒരാള് 11 മണിക്ക് വന്നു, അപ്പൊ അയാളെ ചീത്ത പറഞ്ഞു. അപ്പൊ അത് ശരിയല്ല. അപ്പൊ 10 പേര് വൈകി വരുന്നത് 10 പേർക്കും സെയിം പണിഷ്മെന്റ് കൊടുക്കണം. 10 പേരും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 10 പേർക്കും അവാർഡ് കൊടുക്കണം, 10 പേർക്കും കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി എന്ന് പറയുന്നത് തുല്യതയാണ്. ഒരു തൊഴിൽ സ്ഥാപനത്തിൽ, പ്രത്യേകിച്ച് ഒരു കമ്പനിയിലെ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളെയും ഒരേപോലെ ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അതാണ് ഇക്വിറ്റി എന്ന പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 11 പ്രിൻസിപ്പിൾ എത്തിക്കഴിഞ്ഞു. ഇനി 12ാമത്തെ പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സണൽ. ഇത് ഈ വാക്ക് കേൾക്കുമ്പോൾ ഇത് പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വെറുതെ വാക്ക് കേട്ടാൽ പോലെ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ക്ലാസ്സിൽ എന്തായാലും മനസ്സിലാവും. സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സണൽ എന്ന് പറഞ്ഞാല് ഒരു ഇതിന്റെ ചിത്രം നിങ്ങൾ കാണുന്നു. ഈ ചിത്രത്തില് ഒരു തൊഴിലാളി മുകളിലേക്ക് കയറി പോകുന്നു. എന്താണ് മുകളിലേക്ക് കയറി പോകുന്നത്? ഇദ്ദേഹത്തിന് ഈ ജോലിയിലേക്ക് എടുത്തപ്പോൾ ചിലപ്പോൾ ഇദ്ദേഹത്തെ എടുത്ത അസിസ്റ്റന്റ് മാനേജറായിട്ട്, അങ്ങനെ അസിസ്റ്റന്റ് മാനേജർ ആയിട്ട് അവിടെ എത്തിയ ഈ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഇയാൾ നല്ല കാലിബറുള്ള ആളാണ്. നല്ല ആ ഒരു മാനേജ്മെന്റ് ലെവലിൽ നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നല്ല കാലിബറും നല്ല കപ്പാസിറ്റിയും നല്ല ആറ്റിറ്റ്യൂഡും ഒക്കെ ഉള്ള വ്യക്തിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് നമ്മളും ട്രെയിനിങ് കൊടുത്ത് ഇദ്ദേഹത്തിന് എഫിഷ്യന്റ് ആക്കും. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് എടുക്കാൻ വേണ്ടി ഒരു സ്റ്റാഫിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ കുറെ പണം ചെലവാക്കിയിട്ടാണ് ഇദ്ദേഹത്തെ ഇവിടത്തേക്ക് സെലക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ
ലഭിച്ച ഒരു വ്യക്തിയെ നമ്മൾ വളരെ പെട്ടെന്ന് എടുത്ത് പുറത്ത് കളയാം. അപ്പൊ ഇദ്ദേഹത്തിന്റെ കപ്പാസിറ്റി നമ്മൾ പരമാവധി സ്ഥാപനത്തിൽ ഉപയോഗിച്ചതിന് ശേഷം മാത്രം അയാൾ റിട്ടയർ ചെയ്യുകയോ മറ്റോ ആയിരിക്കണം. അല്ലാതെ ഇദ്ദേഹത്തെ കഴിക്കാനായിട്ട് ഒരുപാട് കാശുകളായി, ഇദ്ദേഹത്തിന്റെ മൂല്യം ഒരുപാടാണ്, ആ മൂല്യമുള്ള വ്യക്തിയെ പെട്ടെന്ന് സ്ഥാപനത്തിനടുത്ത് പുറത്തേക്ക് കളയുന്ന ഒരു പരിപാടി പാടില്ല. അതാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സൺ. അപ്പൊ പേഴ്സൺ, ഒരു വ്യക്തിയുടെ ടെനറിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണം, സ്ഥിരത ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ പരമാവധി തൊഴിലാളികളെ സ്ഥിരമായിട്ട് തന്നെ നിയമിക്കണം. ഇന്ന് കാണുന്ന ഈ കോൺട്രാക്ട് ബേസിലുള്ള നിയമനം ഒന്നുമല്ല നല്ലത്. ഈ ജോലിക്കാരെ നമ്മൾ നേരിട്ട് എടുക്കുന്നു, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, അങ്ങനെ അവർക്ക് ഉണ്ടാകുന്ന അവരുടെ കപ്പാസിറ്റി വർദ്ധിക്കുമ്പോൾ, അവരുടെ ഡെവലപ്മെന്റ് അവർക്കുണ്ടാകുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ കൂടി ഉപയോഗിക്കാനായിട്ട് പറ്റണം. അതാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതാണ് അവസാന ഘട്ടത്തിലേക്കാണ് 13ാമത്തെ പ്രിൻസിപ്പിൾ, ഇനീഷ്യേറ്റീവ്. എന്താണ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ? ഇതിന്റെ മലയാള അർത്ഥം മുൻകൈ. മുൻകൈ എന്ന് പറഞ്ഞാൽ ഈ കൈ നല്ല ഉദ്ദേശിച്ചത് മുൻകൈയിട്ട് പ്രവർത്തിക്കാൻ. ഉദാഹരണമായിട്ട് കാരപ്പുറം ഹയർ സെക്കൻഡറി സ്കൂള് ഒരു 11-12 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ചെറിയ ഒരു സാധാരണ സ്കൂൾ, ഒരു പക്ഷേ നാട്ടുകാർക്ക് വേണ്ടാത്ത, കുട്ടികൾക്ക് വേണ്ടാത്ത ഒരു സ്ഥാപനം. അപ്പൊ ഈ സ്ഥാപനം അൺഎക്കണോമിക് ആയിട്ട് പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ നിശ്ചിത കുട്ടികളില്ലെങ്കിൽ ഗവൺമെന്റ് ആ സ്ഥാപനത്തിനെ അൺഎക്കണോമിക് പ്രഖ്യാപിച്ചു. അങ്ങനെ അൺഎക്കണോമിക് ആയിട്ട് പ്രഖ്യാപിച്ച ഈ സ്ഥാപനം പൂട്ടാൻ വേണ്ടി പോകുന്ന അവസരത്തിൽ ആ പ്രദേശത്തുള്ള ആളുകളും അതോടൊപ്പം തന്നെ കോഴിക്കോട് നോർത്ത് MLA പ്രദീപ് കുമാറും മുൻകൈ എടുത്തുകൊണ്ട്, എന്തെടുത്തുകൊണ്ടാണ്? ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട്. എന്ന് പറഞ്ഞാൽ പൂട്ടാൻ പോകുന്ന ഈ സ്ഥാപനത്തെ പൂട്ടാൻ സമ്മതിക്കില്ല എന്നും ഇത് വികസിക്കേണ്ടത് ഈ പ്രദേശത്തിന് ആവശ്യമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് അവിടെയുള്ള ആളുകൾ മുൻകൈ എടുത്തു, ഇനീഷ്യേറ്റീവ് എടുത്തു. അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ആളുകളും ഒരുപാട് സമ്പത്തും ഗവൺമെന്റ് സഹായവും ഒക്കെ തന്നെ ആ സ്ഥാപനത്തിന് കൂടെ പോകും. അങ്ങനെ പോയപ്പോൾ ഇന്ന് ആ ഒരു സ്ഥാപനം അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് മാറുകയും ലോകത്തിലെ നാനാഭാഗങ്ങളിലുള്ള ആളുകൾ ഈ സ്കൂൾ സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തി ഇതൊരു മോഡലാക്കിക്കൊണ്ട് മറ്റു പല സ്ഥലങ്ങളിലും ഇതേപോലെ സ്ഥാപിക്കാൻ അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കേരളം ഒരു സർക്കാർ സ്കൂൾ, ഒരു സാധാരണ സർക്കാർ സ്കൂൾ ഇന്ന് ഈ ഒരു നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ അവിടെ അതിന്റെ മാനേജ്മെന്റിന് അതിന്റെ ഭരണകർത്താക്കൾ എന്തെടുത്തിട്ടുണ്ട്? ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഏതൊരു സ്ഥാപനവും മുന്നോട്ട് പോകണമെങ്കിൽ, എഫിഷ്യന്റ് ആയിട്ട് ഇഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിർബന്ധമായിട്ടും ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു തത്വം, ഒരു ഗൈഡ് ലൈൻ അവിടെ ഉപയോഗപ്പെടുത്തണം എന്നതാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങളുടെ ഒരുപാട് കമ്പനികൾ ചെറുതായിട്ട് തുടങ്ങി, ആ ചെറുതായിട്ട് തുടങ്ങിയിട്ട് ആ ഒരു പുതിയ സ്ഥാപനം കൂടി തുടങ്ങാൻ വേണ്ടിയിട്ട് ആ മാനേജർ ഇനീഷ്യേറ്റീവ് എടുത്തു. അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഒരു പുതിയത് കൂടി തുടങ്ങും. അങ്ങനെ ഒരു ചെറിയ അറിയാം കേവലം സ്റ്റെബിലൈസറിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് ലോകത്തറിയപ്പെടുന്ന, ലോകം അംഗീകരിക്കപ്പെടുന്ന വൈവിധ്യമാർന്ന പ്രൊഡക്റ്റുകൾ ഉത്പാദിപ്പിക്കുന്ന സ്ഥാപനമായിട്ട് അവര് സർവീസ് മേഖലയിൽ അടക്കമുള്ള സർവീസ് മേഖലയിൽ അടക്കം ഗംഭീര പ്രകടനം ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ കാരണം അതിന്റെ മാനേജ്മെന്റിന് എന്തുണ്ടായിരുന്നു? ഇനീഷ്യേറ്റീവ്, മുൻകൈ എടുക്കുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ മുൻകൈ എന്ന് പറയുന്നത് 13ാമത്തെ പ്രിൻസിപ്പിളാണ്. ഇനി 14ാമത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. 14ാമത്തെ പ്രിൻസിപ്പിൾ ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എസ്പ്രിറ്റ് ഡി കോർപ്സ്. എന്താണ് എസ്പ്രിറ്റ് ഡി കോർപ്സ്? എസ്പ്രിറ്റ് ഡി കോർപ്സ് എന്ന് കേട്ട് പേടിക്കൊന്നും വേണ്ട. ഇതിന്റെ അർത്ഥം യൂണിയൻ ഈസ് സ്ട്രെങ്ത്. എന്താണ് യൂണിയൻ ഈസ് സ്ട്രെങ്ത്? നമ്മൾ പറയാറില്ലേ ക്ലാസ്സിലൊക്കെ, ഐകമത്യം മഹാബലം. എന്താണ് ഐകമത്യം മഹാബലം എന്ന് പറഞ്ഞാൽ? നമ്മള് എല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ നമ്മുടെ ശക്തി കൂടും എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കാരപ്പുറം സ്കൂളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കേവലം ഒരാളോ രണ്ടാളോ അല്ല അവിടെ ഈ ഒരു സംഗതി ഈ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് പ്രവർത്തിച്ചത്. MLA മാത്രം വിചാരിച്ച നടക്കോ? ഇല്ല. MLAയും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ഒരുപാട് സപ്പോർട്ടോടുകൂടി നിന്ന ആളുകളും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ് ആ സ്ഥാപനം ഇത്രയും ഉയരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് എസ്പ്രിറ്റ് ഡി കോർപ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഐകമത്യം മഹാബലം. നോക്കൂ, ഇവിടെ കൈകൾ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഒരാൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പരിമിതമാണ്, എന്നാൽ ഒരു ടീം ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ, വലിയ വിജയങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്
നമുക്ക് കഴിയും. അതുകൊണ്ട് ഒരു സ്ഥാപനത്തിൽ, പ്രത്യേകിച്ച് ബിസിനസ് സ്ഥാപനത്തിൽ, എസ്പെഷ്യലി കോപ്സ് അല്ലെങ്കിൽ യൂണിയൻ ഈസ് സ്ട്രെങ്ത്, ഐക്യമത്യം മഹാബലം, എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒത്തൊരുമയോടുകൂടി ഒരേ മനസ്സോടെ ടീം വർക്കായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം കൃത്യമായിട്ട് ഗോൾ അറ്റൈൻ ചെയ്യാൻ, ലക്ഷ്യം നേടാനായിട്ട് നമുക്ക് കഴിയും എന്നതിൽ ഒരു സംശയമില്ല. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഹെൻറി ഫെറോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ആണ്. ഈ 14 പ്രിൻസിപ്പിൾസും നിങ്ങൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കുന്ന എത്ര കാലത്തോളം ഉണ്ടോ അത്ര കാലവും, അതിനുശേഷം നിങ്ങൾ ഇത് ബിസിനസ്സിലോ അല്ലെങ്കിൽ സ്കൂളിൽ അധ്യാപകരായിട്ടായിരിക്കും നിങ്ങൾ വരുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഒരു കമ്പനിയുടെ മാനേജറായിട്ടായിരിക്കും. അപ്പൊ എവിടെ ചെന്നാലും ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, കൊമേഴ്സുമായി ബന്ധപ്പെട്ട്, മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ആവശ്യമുള്ള 14 തത്വങ്ങളാണ് ഇന്ന് ഞാൻ വിശദീകരിച്ചത്. ഈ 14 തത്വങ്ങളും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കൃത്യമായ ഉദാഹരണം ചെയ്ത് പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംശയമില്ല 8 മാർക്ക് മാക്സിമം ഹയർ സെക്കൻഡറി, സ്റ്റേറ്റ് ലെവൽ ഹയർ സെക്കൻഡറി 8 മാർക്കിന്റെ ചോദ്യമാണ് ഉണ്ടാവുന്നത്. ഈ 8 മാർക്കും കൃത്യമായിട്ട് ഇത് ലഭിക്കും. കാരണം പോയിന്റ് മാത്രം എഴുതിയ പോരാ, പോയിന്റിനോടൊപ്പം ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങളാവാം, വിശദീകരണങ്ങളാവാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട. നിങ്ങൾ കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിക്കുക. അതില് 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ 2 വർഷത്തെങ്കിലും ഈ ഒരു ചോദ്യം അതിൽ കാണും. 8 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് ഇത് വരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. തീർച്ചയായും നിങ്ങൾ ഇത് എല്ലാവരും എഴുതി പഠിക്കണം. ഇനി ഇത് പഠിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നിമോണിക് മെത്തേഡ്, 3ാമത്തെ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു, നിമോണിക് എന്ന മെത്തേഡ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിമോണിക് എന്ന് പറയുന്ന മെത്തേഡ് ഉദ്ദേശിക്കുന്നത് ഇതിലെ ഓരോ അക്ഷരവും, ഓരോ വാക്കിന്റെയും ആദ്യത്തെ അക്ഷരം എടുത്തുകൊണ്ട് നിങ്ങളൊരു വാക്ക് നിർമ്മിക്കുകയാണ്. ആ വാക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ സൈഡിൽ കുറിച്ചിരുന്നു, അത് മനസ്സിൽ ഓർത്ത് വെക്കുന്നു. ഇതിൽ ഓരോ അക്ഷരവും എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. അങ്ങനെ നിങ്ങൾക്ക് ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എക്സാം എഴുതാൻ പറ്റുമെന്നതിൽ സംശയമില്ല. ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു സെഷൻ, ഈ ഒരു എപ്പിസോഡ് പൂർത്തിയാവുകയാണ്. കൊമേഴ്സ് +2 കൊമേഴ്സ് ബിസിനസ് സ്റ്റഡീസിലെ 2ാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതിന്റെ കോൺസെപ്റ്റ്, അതോടൊപ്പം തന്നെ ഇതിലെ 14 പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഹെൻറി ഫെറോളാണ്. ഈ ഹെൻറി ഫെറോളിനെ ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഈ രീതിയിൽ അദ്ദേഹത്തിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്ന ഈ കാര്യം വിശദീകരിച്ചാണ്. ഈ കാര്യം കൂടി ഓർത്തു വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് കാണാൻ ആളുകൾ അതുകൂടി കാണുക. എന്നിട്ട് നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തിക്കൊണ്ട് നോട്ടിഫിക്കേഷൻ കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ എപ്പിസോഡ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിലേക്ക് വരാനും കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് ഒരുപാട് കുട്ടികൾ ഈ രംഗത്തേക്ക് വരട്ടെ, അവർക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളുടെ നല്ല മാർക്ക് വാങ്ങാനായിട്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്.